കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളെ നാം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്നതൊക്കെയും പ്രമാണിച്ച് നടപ്പിൻ, അതിനോട് കൂട്ടരുത്, അതിൽ നിന്നു കുറയ്ക്കുകയും അരുത്. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനോ സ്വപ്നക്കാരനോ എഴുന്നേറ്റ് നീ അറിഞ്ഞിട്ടില്ലാത്ത അന്യദൈവങ്ങളെ നാം ചെന്ന് സേവിക്ക എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അടയാളമോ അത്ഭുതമോ മുന്നറിയിക്കുകയും അവൻ പറഞ്ഞ അടയാളമോ അത്ഭുതമോ സംഭവിക്കുകയും ചെയ്താൽ ആ സ്വപ്നക്കാരൻ്റെയോ വാക്ക് നീ കേട്ടനുസരിക്കരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ സ്നേഹിക്കുന്നുവോ എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ പരീക്ഷിക്കുകയായിരുന്നു. നിങ്ങളുടെ ദൈവമായ യഹോവയെ നിങ്ങൾ അനുസരിച്ച് ഭയപ്പെടുകയും അവൻ്റെ കൽപ്പന പ്രമാണിച്ച് അവൻ്റെ വാക്ക് കേൾക്കുകയും അവനെ സ്നേഹിച്ച് അവനോട് ചേർന്നിരിക്കുകയും വേണം എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഇവിടെ നാം വായിച്ച് കേട്ടത് ദൈവം തന്നെ ആരാധിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ ആരാധിക്കാതിരിപ്പാൻ തനിക്ക് എതിരായിട്ട് വരുന്ന ആ ഒരു ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ജനത്തെ തന്നിൽ നിന്ന് വേർതിരിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. ദൈവം നമ്മോട് കൂടെ ഇരിക്കുമ്പോൾ കർത്താവ് പലതരത്തിലാണ് മനുഷ്യനെ പരീക്ഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു കടഭാരത്തോട് ആയിരിക്കാം, പക്ഷേ ഇവിടെ ദൈവത്തെ ആരാധിക്കുന്നതിൽ കൂടെ ദൈവം നമ്മെ പരീക്ഷിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നാം വായിച്ചു കേട്ടു. പ്രിയ ദൈവ പൈതലേ, നാം അത്ഭുതങ്ങളും അടയാളം കണ്ട് എങ്ങനെയെങ്കിലും താൽക്കാലികമായിട്ട് ഒരു വിടുതൽ ലഭിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് തങ്ങളുടെ കഷ്ടതയിൽ ഇരിക്കുമ്പോൾ പലരുടെയും വാക്ക് കേട്ട് പല അന്യ ആരാധന സ്ഥലങ്ങളിലും ഓടിക്കൂടുന്നവരെ നമുക്കറിയാൻ സാധിക്കും. ഇന്ന് പലയിടത്തിലും വിളക്ക് കൊളുത്തുക, അല്ലെങ്കിൽ മെഴുകുതിരി കത്തിക്കുക, തേങ്ങ ഉടയ്ക്കുക, ഇങ്ങനെയൊക്കെ പല പരിഹാരങ്ങൾ ചെയ്യുന്നത് നാം കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട്. പ്രിയ ദൈവബദ്ധരെ, അവിടെ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും അവിടെ നടക്കുന്നില്ല എന്നല്ല, പൈശാചിക ശക്തിയെ കൊണ്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ ഒരു വ്യക്തി നിങ്ങളെ പറഞ്ഞു ധരിപ്പിച്ച് നിങ്ങളുടെ കഷ്ടസമയത്ത് കൊണ്ടുചെന്ന് ഒരു അന്യ ആരാധനയിൽ അത്ഭുതമുണ്ട് അടയാളമുണ്ടെന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുകയും ചെയ്യുമ്പോഴും ജീവനുള്ള ഒരു ദൈവം ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അവനെ കൊണ്ട് ഇതിനേക്കാൾ അപ്പുറം ചെയ്യാൻ സാധിക്കുമെന്ന് നാം മറന്നു കളയരുത്. യഹോവയെ ആരാധിക്കാതെ അന്യ ആരാധന സ്ഥലങ്ങളിൽ പോകരുത് എന്ന് ദൈവം പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അങ്ങനെ നാം ഈ ലോകത്തിൽ തന്നെ നമുക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ പരിചയമുള്ള വ്യക്തിയിൽ നിന്ന് നാം എന്തെങ്കിലും കേട്ടു എന്ന് പറഞ്ഞിട്ട് ആ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഓടി, എന്നാൽ ആരും കാണാതെ 10 മെഴുകുതിരി കൊളുത്തി വയ്ക്കാമെന്ന്. വാട്സപ്പിൽ എനിക്കും പലപ്പോഴും മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇന്ന് നിങ്ങൾ ഈ മെസ്സേജിനെ 10 പേർക്ക് അയച്ചില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നും, അല്ലെങ്കിൽ 10 പേർക്ക് അയച്ചാൽ നിങ്ങൾ ഇന്ന് ചോദിക്കുന്നതിൽ അധികം നിങ്ങൾക്ക് കിട്ടും എന്നും പറഞ്ഞ് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ആ ഒരു മെസ്സേജ് ഫാർവേഡ് ചെയ്തിട്ടേ ഇല്ല. കാരണം എന്തെന്ന് പറഞ്ഞാൽ ബൈബിളിൽ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല ഏതെങ്കിലും കുറേ വാക്കുകൾ നാം വാട്സപ്പിൽ നാം മെസ്സേജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനർത്ഥം സംഭവിക്കുമെന്ന് ബൈബിളിൽ ഒരിടവുമില്ല. അതേപോലെ തന്നെ അങ്ങനെ നമ്മൾ മെസ്സേജ് അയച്ചാൽ നമുക്ക് വിടുതൽ കിട്ടും എന്നും ബൈബിളിലില്ല. പ്രിയ ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആദ്യം നാം നമ്മുടെ ജീവിത ശൈലികളെ അല്ലെങ്കിൽ ജീവിത രീതിയെ നാം നേരെയാക്കണം. കർത്താവിന് ഇഷ്ടമുള്ള ഒരു ജീവിതം ജീവിപ്പാൻ നാം ആഗ്രഹിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പല
പല അത്ഭുതങ്ങളും കർത്താവ് ചെയ്തു തരുന്നതിന് നമുക്ക് അറിവാൻ സാധിക്കും. പ്രിയ ദൈവമക്കളെ, ദൈവം പല കണക്കിൽ നാം വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുമോ എന്ന് നമ്മളെ പരിശോധിക്കും എന്ന്, അല്ലെങ്കിൽ ശോധന ചെയ്ത് നോക്കും എന്ന് നാം മനസ്സിലാക്കണം. നമ്മളെ പരീക്ഷിച്ചറിയുവാൻ ദൈവം ചില കഷ്ടതകൾ നമുക്ക് തരുമ്പോൾ അതിന് വിടുതലിന് വേണ്ടി അന്യ ആരാധന സ്ഥലങ്ങൾ അന്വേഷിച്ച് ഓടാതിരിപ്പാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന ഓരോരുത്തരെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, പ്രിയ മക്കളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളേറി വരുമ്പോൾ കർത്താവെ, എവിടെയെങ്കിലും ഒരു അത്ഭുതമോ അടയാളമോ നടക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കും എന്ന് വിചാരിച്ചിട്ട് ദൈവമേ, അന്യ ആരാധന സ്ഥലങ്ങളിൽ ഇവർ നാടി പോകാതിരിപ്പാൻ, വിഗ്രഹ ആരാധികളായി മാറാതിരിപ്പാൻ ദൈവമേ, നിൻ്റെ കൃപ കൊണ്ട് നീ പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവിടെ വിശ്വാസം സോർന്നു പോകാതിരിപ്പാൻ കർത്താവെ, ഇവർക്ക് കർത്താവെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽപ്പാൻ ദൈവം കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ, ഈ ലോക ജീവിതത്തിൽ അങ്ങ് ഞങ്ങളെ ദൈവമേ ശോധന ചെയ്ത് നോക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ ആ ഒരു ശോധന സമയത്ത് കർത്താവെ, പൊന്നുപോലെ വെളിയിൽ വരുവാൻ തക്കവണ്ണം ഞങ്ങൾ കൃപ നൽകണമേ. ഞങ്ങൾ വീഴുന്നു പോകാതെ തളർന്നു പോകാതെ മുമ്പോട്ട് ഓടുവാൻ അങ്ങയുടെ കരം പിടിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.